ചാലിയാറിൽ നിന്ന് ഇന്ന് 2 മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകാൻ ജംഷീർ ചേരുന്നുണ്ട്. ജംഷീർ, നമ്മൾ രാവിലെ ഒരു മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വിവരം പങ്കുവച്ചിരുന്നു. അപ്പോൾ അത് കൂടാതെ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയെന്നാണോ? അതെ, തീർച്ചയായിട്ടും രേഷ്മ. ഇപ്പോൾ നിലമ്പൂർ ചാലിയാർ മുക്കിൽ നിന്നാണ് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുള്ളത്. അതും സ്ത്രീയുടേതെന്ന് കരുതുന്ന മൃതദേഹമാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെയും ഒരു മൃതദേഹം, ഒരു സ്ത്രീയുടേതെന്ന് കരുതുന്ന മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 2 മൃതദേഹങ്ങൾ ഇപ്പോൾ ചാലിയാറിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി നടക്കുകയാണ്. മുകളിൽ, അതായത് ഡീപ്പ് ഫോറസ്റ്റ് ഭാഗങ്ങളിൽ മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ടാകാം, പക്ഷേ അത് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അവിടെ കൂടുതലായി മൃതദേഹങ്ങൾ എടുത്തതിന് ശേഷം ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നുള്ള മൃതദേഹങ്ങളൊന്നും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല. കാരണം കിലോമീറ്ററുകളോളം നടന്നും മറ്റുമൊക്കെയായി മുകളിലേക്ക് പോകേണ്ടതുണ്ട്. മണിക്കൂറുകൾ സമയമെടുത്താണ് മുകളിൽ എത്തേണ്ടത്. അവിടെ നിന്ന് ഈ ഓരോ മൃതദേഹങ്ങളും ഇങ്ങോട്ട് എത്തിയെന്ന് പ്രാവർത്തികമല്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തിയ പ്രദേശവാസികളെ, നാട്ടുകാർ ഉൾപ്പെടെയുള്ള പറഞ്ഞിരുന്നു മൃതദേഹങ്ങൾ അവിടെ തന്നെ നമുക്ക് ശേഖരിച്ചതിന് ശേഷം ഹെലികോപ്റ്റർ വഴിയോ മറ്റൊക്കെ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത്. പക്ഷേ അതിനുള്ള സാധ്യത അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ വ്യക്തമായിട്ടില്ല. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് മൃതദേഹങ്ങൾ ലഭിക്കുന്നത് അവിടെ തന്നെ വെക്കുന്നുണ്ടാകാം. അത് ഒരുമിച്ച് ഇറക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ചാലിയാറിനെ സംബന്ധിച്ചിടത്തോളം ചാലിയാറിന്റെ എല്ലാ മേഖലകളിലും ഉടനീളം ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചാലിയാർ മുക്കിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ കണ്ടുകിട്ടിയ 2 മൃതദേഹങ്ങളും സ്ത്രീകളുടേതാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെല്ലാം തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 100 കണക്കിന് വരുന്ന രക്ഷാപ്രവർത്തകരാണ് ചാലിയാറിന്റെ വിവിധ മേഖലകളിൽ കിലോമീറ്ററുകളോളം ഇങ്ങനെ ഓരോ ചാലിയാറിന്റെ ഓരങ്ങളിലും ഇങ്ങനെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുഴ ഗതിമാറി ഒഴുകിപ്പോയ പ്രദേശങ്ങളിൽ, പുഴ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ആ ഏരിയകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ മൺകൂനുകൾ ഉണ്ട്. മരങ്ങളും മരത്തടികളും പുഴയ്ക്കൊപ്പം ഒഴുകി വന്ന അവശിഷ്ടങ്ങളെല്ലാം കൊണ്ടു തള്ളിയ പ്രദേശങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ ഓരോ ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ പുഴയ്ക്ക് അപ്പുറത്തുള്ള ഭാഗങ്ങളിലാണ് ഇന്ന് കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ ചാലിയാറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും തന്നെ അപ്പുറത്തുള്ള കാടുകളിലോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടുതലായി തിരച്ചിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആ പുഴ മുറിച്ച് കടന്നുകൊണ്ട് അപ്പുറത്തെ കാടുകളിലേക്ക് കയറിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. യുവാക്കളായിട്ടുള്ള ആളുകൾ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, പുഴ വളരെ കുത്തി ഒലിച്ചു വരുന്ന പുഴയാണ്. അതിനെ ദുർഘടമായ രീതിയിൽ തന്നെ വളരെ സാഹസികമായ പുഴ മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് കടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കാണിക്കുകയുണ്ടായി. അത്തരത്തിൽ വലിയ തരത്തിലുള്ള രക്ഷാദൗത്യമാണ് ഇപ്പോൾ ഇന്ന് പുരോഗമിക്കുന്നത്. വിവിധ സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇന്ന് പുരോഗമിക്കുന്നത്. പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ചാലിയാറിലും നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. രേഷ്മ. യെസ്, ജംഷീറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ പ്രിയ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ഒഴുക്കിനെ പോലും വകവെക്കാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുങ്ങൽ വിദഗ്ധരോട് എത്താൻ നിർദ്ദേശമുണ്ടായിരുന്നു. പോലീസും നീന്തൽ വിദഗ്ധരും അഗ്നിരക്ഷാ സേനയും ഒക്കെ ചേർന്ന് വളരെ സംയുക്തമായി സജീവമായൊരു തെരച്ചിലാണ് ഇന്ന് ചാലിയാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 4ാം ദിവസത്തിലേക്ക് നമ്മൾ രക്ഷാദൗത്യത്തിൽ എത്തുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയാൻ കഴിയുന്നത് ഒരു കേന്ദ്രീകൃത സ്വഭാവം ഈ തെരച്ചിലിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് 3 മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 എണ്ണം ചാലിയാറിൽ നിന്നാണ്. 2 സ്ത്രീകളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഒപ്പം വെള്ളാർമലയിൽ നിന്ന് ഒരു മധ്യവയസ്കന്റേതെന്ന് കരുതുന്ന മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ 3 പേരെ നമുക്കിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്.